ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്നത്തേത് ഞാൻ എൻ്റെ വീട്ടിൽ പോണ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് അപ്രതീക്ഷിതമായിട്ട് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ഇതാ ഈ ഒരു കായ്പോളയാണല്ലോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് ഞാനൊരു വയറ് കാണലിന് പോയപ്പോഴും കായ്പോള ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കായപ്പോളയും പിന്നെ ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ട് ബ്രെഡ് ബോക്സുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ആദ്യം കായപ്പോളൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പഴം അധികം പഴുക്കാത്ത പഴമായിരുന്നു. അപ്പോൾ ഞാൻ പഴം വാട്ടിയ സമയത്ത് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് വാട്ടിയെടുത്തിട്ട്, എന്നാൽ പഴത്തിൽ കുറച്ച് മധുരമൊക്കെ പിടിച്ചോളുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ കാഷ്യൂവും കിസ്മിസും ഒക്കെ വറുത്തെടുത്തതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇട്ടിട്ട് പിന്നെ അതിലേക്ക് മുട്ടയുടെ ഈ ഒരു കൂട്ട് ഒഴിച്ച് കൊടുക്കുക. വേഗം ഉണ്ടല്ലോ, പെട്ടെന്ന് തന്നെ നമ്മളുടെ കാര്യം റെഡിയാവും. അപ്പോൾ ഇതാ കായപ്പോൾ അവിടെ റെഡി ആവുന്നുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ബോക്സും കൂടെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ബ്രെഡ് ബോക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള മൈദമാവാണ്. അപ്പോൾ അത് അവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വേഗത്തിൽ കുഴച്ച് വെച്ചു കേട്ടോ. ഇത് നേരത്തെ കുഴച്ച് വെച്ച് കഴിഞ്ഞാലാണ് നല്ല രീതിയിൽ നമുക്ക് ബ്രെഡ് കവർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതാ ബ്രെഡ് ബോക്സ് റെഡിയാക്കി എടുക്കട്ടെ. ഇതാണ് കേട്ടോ നമ്മളുടെ ഗസ്റ്റ്. അപ്പോൾ അവർ ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലാണ് വന്നത്. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ കസിൻസാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അവർ എല്ലാവരെയും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയതാണ്. അങ്ങനെ സ്നാക്സ് ഒക്കെ റെഡിയായി അവർക്ക് ചായ കൊടുക്കുകയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും റെഡിയാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ചെറിയ രീതിയിൽ ഇതൊക്കെ റെഡിയാക്കി എടുത്തു. പിന്നെ ഞാൻ ബേക്കറി ഒന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ അവർ കുറച്ച് നേരമൊക്കെ ഇരുന്നതിന് ശേഷം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പാനെ അവർ കണ്ടിട്ടില്ലായിരുന്നു. ഉപ്പ പള്ളിയിൽ പോയതായിരുന്നു. അപ്പോൾ ഉപ്പ തിരിച്ചു വരുന്നുണ്ടായിരുന്നു അവരിറങ്ങിയ സമയത്ത്. അങ്ങനെ അവർ പഴയ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അവർ അങ്ങനെ തിരിച്ചു പോയി. ഇനി ഞാനിതാ മുണ്ടോർമ്പ് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു 5-6 ദിവസം വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഷെയ് വന്നിട്ടുണ്ട്. ഷെയ് ഇടയിൽ ഒന്ന് അവളുടെ വീട്ടിലൊരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടെ പോയതായിരുന്നു. അപ്പോൾ അവർ ഇന്ന് രാത്രി തന്നെ നമ്മളുടെ വീട്ടിലേക്ക് വരും. അപ്പോൾ ഞാനങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്, എൻ്റെ വീട്ടിലേക്കും പോവുകയാണ്. അപ്പോൾ പോണ വഴിയിൽ അസ്കർക്കാർക്ക് ചെറിയ എന്തൊക്കെയോ പരിപാടികളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ.
പെയോണി റെൻ്റൽ എന്നാണ് അവരുടെ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഇത് മലപ്പുറത്ത് വാറങ്ങോടാണ്. അപ്പോൾ ഈ ഒരു കാർ സോൺ എന്ന് പറയുന്ന കാർ ആക്സസറീസിൻ്റെ ഈ ഒരു ഷോപ്പിൻ്റെ മുകളിലായിട്ടാണ് അവരുടെ പെയോണി റെൻ്റൽ. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഷോപ്പ് തന്നെയാണ് കേട്ടോ. അതാണ് ഞാൻ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവിടെ റെൻ്റലായിട്ട് നിങ്ങൾക്ക് ബ്രൈഡൽ ഡ്രസ്സ്, അതുപോലെ തന്നെ ബ്രൈഡൽ ജ്വല്ലറീസ്, ബ്രൈഡ്സിൻ്റെ നെറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. പിന്നെ റെൻറ്റിനല്ലാതെ ഇപ്പോൾ ബ്രൈഡൽ ഡ്രസ്സസും അവർ സെയിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് ഫർസാനും അവളുടെ മോളും ആണ്. മറ്റേത് റോളി ഞാനും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു കേട്ടോ സ്കൂളിൽ. ഇപ്പോൾ വെഡ്ഡിങ് സീസൺ ആയതുകൊണ്ട് തന്നെ അവിടെ ഓഫറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, റെൻ്റൽ പയോണി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ആയിട്ട് ഉപകാരപ്പെടുമെന്നാണ് തോന്നുന്നത്. ഹെവി ആയിട്ടുള്ള നെക്ലസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. നമ്മൾ റെൻറ്റിന് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ കല്യാണത്തിന് ഇങ്ങനെയുള്ള സെറ്റുകളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും യൂസ് ചെയ്യാൻ പോകണില്ല. അപ്പോൾ അത് വെറുതെ അവിടെ കിടക്കും. ഇതിപ്പോൾ റെൻറ്റിനായി കഴിഞ്ഞാൽ നമുക്ക് അധികം റേറ്റും വരില്ല. പിന്നെ നമുക്ക് ഇവിടെ വെറുതെ വീട്ടിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതവിടെ സെയിലിനുള്ള ഒരു ലെഹങ്കയാണ്. അപ്പം ഇവിടെ ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഓരോന്നും ഓരോരോ രീതിയിലുള്ള വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ. ഈ ഒരു ഷെൽഫിലുള്ളതെല്ലാം സെയിലിനുള്ള ലെഹങ്ക കളക്ഷൻസ് ആണ്. ഈ ഒരു റെഡ് കളറിലുള്ള ലെഹങ്ക ഒന്ന് ഡ്രസ്സ് ചെയ്ത് നോക്കാനൊരാഗ്രഹം. അപ്പോൾ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുകയാണ്. പിന്നെ ഇത് റെൻറ്റിന് കൊടുക്കാനുള്ള ഷോളിൻ്റെ കളക്ഷൻസ് ആണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം എനിക്ക് റിങ് ഭയങ്കര ക്രേസ് ആണെന്നുള്ളത്. അപ്പോൾ ഞാൻ വെറുതെ റിങ് കളക്ഷൻസ് ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു റിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ബാക്കിയുള്ളതെല്ലാം നല്ല ഭംഗിയുണ്ട്. അതൊക്കെ പിന്നെ ഒരു ബ്രൈഡൽ ആ ഒരു രീതിയിലുള്ള കളക്ഷൻസ് ആണല്ലോ. അടിച്ചു മാറ്റി ഞാൻ ആ റിങ് ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ അവർ ആ ഒരു റിങ് എനിക്ക് ഗിഫ്റ്റായി തന്നു കേട്ടോ. അപ്പോൾ ഇത് അവരുടെ ഈ ഒരു ഓഫറിനെ കുറിച്ച് മറക്കണ്ട. നിങ്ങൾ എന്തായാലും അവരുടെ പേജ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. അതിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യുന്നുണ്ട് അവരുടെ ലിങ്കൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകണം. അപ്പോൾ കുറച്ച് നേരം ഇരുട്ടിയിട്ടുണ്ട് കേട്ടോ. ആസ്കർക്ക് വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. ഭാസ്കർക്ക് അതിൻ്റെ ഇടയിൽ കുട്ടികളെ ഇവിടെ ഇറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. ഷെയ്സിനൊക്കെ അധിവമോളെ കാണാഞ്ഞിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അധിവമോളുടെ കൂടെ നമ്മളങ്ങനെ നിന്നിട്ടില്ല. ആകെ ഒരു ദിവസം അങ്ങനെയൊക്കെ വന്നിട്ടൊക്കെ ഇടയ്ക്കൊന്ന് നിന്ന് പോവുക അല്ലെങ്കിൽ കണ്ടു പോവുകയൊക്കെ ചെയ്യലുള്ളൂ. ഇപ്പോൾ ഇത് കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണല്ലോ. അവനാണ് ഏറ്റവും അധിവ ബേബീനെ ഭയങ്കര ഒരു ഇഷ്ടം. ഹസ്കർക്ക് ഞങ്ങളിവിടെ ഇറക്കിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയി.
ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉപ്പാൻ്റെ കൂടെ ഒരാളും കൂടെ വിരുന്ന് പാർക്കാൻ വന്നിട്ടുണ്ട്. വലിയ ബ്രദറിൻ്റെ മോന്, അതായത് ഷംസിൻ്റെ മോന് റിഹാനാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉപ്പ വരുമ്പോൾ അവർക്ക് എന്തായാലും കിൻഡർ ജോയ് വേണം കേട്ടോ. കിൻഡർ ജോയ് എന്ന് പറയുന്നത് അതിൽ ചെറിയൊരു ടോയ് ഉണ്ടാവും, പിന്നെ ചെറിയ ഒരു ചോക്ലേറ്റ് ബോളാണ് ഉണ്ടാവുക. പക്ഷേ അത് കുട്ടികൾക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. ഇനി ഇത് നെക്സ്റ്റ് ഡേ ഉമ്മ ഉപ്പ രാവിലെ എൻ്റെ അമ്മായിൻ്റെ പേരക്കുട്ടിയുടെ നിക്കാഹിന് പോവാണ് കേട്ടോ. അപ്പോൾ പട്ടാമ്പി വെച്ചിട്ടാണ്. അപ്പോൾ ഒരു രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അവരങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് അന്ന് ഞാനും മോളിയും കൂടെ ബിരിയാണി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ ഉമ്മാൻ്റെ കൂടെയുള്ളൊരു വീഡിയോയിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കുക്കറിൽ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുക്കറിലിട്ടിട്ട് സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് ഉപ്പ് ഇതെല്ലാം ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ കുക്കറിൽ വിസിൽ വെച്ചതിന് ശേഷം ഒരു വിസിലിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. മോള് രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യണം കേട്ടോ. അവളെ എല്ലാവർക്കും ആവശ്യമാണ്, എല്ലാവർക്കും അവളെടുത്ത് നടക്കണം, കളിപ്പിക്കണം. അപ്പം ഇതാ ഇപ്പോൾ ഷെയർസ് എടുത്തിട്ട് കളിപ്പിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നേ ഉള്ളൂ. അപ്പോൾ മോളി ഇതവിടെ അലക്കിയതൊക്കെ ചിക്കി ഇടുന്നുണ്ട്. ഞാൻ ബിരിയാണിയുടെ പരിപാടികളും ബാക്കി പരിപാടികളും കൂടെ നോക്കട്ടെ. അപ്പോൾ ഇതാ ബിരിയാണി മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി റൈസും കൂടെ റെഡിയാക്കിയിട്ട് ദം ചെയ്തെടുത്താൽ മതി. മോളി ഇവിടെ തൈര് സാലഡും ചമ്മന്തിയൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ കുക്കറിൽ സവാളയൊക്കെ വഴറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബിരിയാണി റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ചിക്കൻ വേവിച്ചെടുക്കേണ്ട ഒരു താമസം മാത്രമേ ഉണ്ടാവുള്ളൂ. സവാള വഴറ്റുന്ന കാര്യം ഒരു വിസിലിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും നല്ല ഒരു ഡിഫറൻസ് ഒന്നുമില്ല വഴറ്റി ഉണ്ടാക്കുന്നതും ഇതും. ടേസ്റ്റ് കൂടുതലല്ലാതെ കുറവൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഇതാ ബിരിയാണി ദം ചെയ്ത് വെച്ചു. ഇവിടെ ഇതാ അതിവമോളെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കലും ഒക്കെ ഭയങ്കര ഇതാണ്. അവളാണെങ്കിൽ തന്നെ നല്ല രസത്തിൽ കളിക്കണമുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മളുടെ ബിരിയാണി ദമ്മൊക്കെ തുറന്ന് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കുട്ടികൾക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ കഴിക്കാനുള്ളൂ. കാക്കി അവിടെ വീട്ടിലില്ലായിരുന്നു കേട്ടോ. ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ട്രിപ്പിന് പോയതായിരുന്നു. ഇനി ഞാൻ കാണിക്കുന്നത് ഞാനും മോളിയും കൂടെ ജസ്റ്റ് ഒരു സ്കൂട്ടർ റൈഡ് നടത്തിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇൻസ്റ്റയിൽ സ്റ്റോറി കണ്ടവർക്കൊക്കെ അറിയുന്നുണ്ടാവും ഞങ്ങളിങ്ങനെ റൈഡ് പോണതൊക്കെ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെറുതെ നമ്മൾ കുറേ ദിവസമായിട്ട് അന്ന് ഫെമിയും മോളിയും കൂടെ ഇങ്ങനെ പോയ സമയത്ത് ഇനി ഞാൻ വന്നിട്ട് നമുക്കും പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ദിവസം അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോണത് ഷംസിയുടെ അടുത്തേക്കാണ് കേട്ടോ. ഷംസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, നമ്മൾ ജസ്റ്റ് നമുക്ക് സർപ്രൈസ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. അർമാൻ എന്നെ കാണുമ്പോൾ ഒരു കളിയുണ്ട് കേട്ടോ, കൈ കൊണ്ട് ഒരു കൈകൊട്ടിക്കളിയുണ്ട്. അപ്പോൾ അത് കളിക്കാൻ വിളിക്കുകയാണ് അവന്. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം പിന്നെ നമ്മൾ
പുറത്തിറങ്ങി കേട്ടോ. നമുക്ക് കഫേയിൽ പോകണം എന്നൊക്കെ ഉള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ അടുത്തൊരു കഫേ ഉണ്ട്, അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ ഓടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അറിയാത്ത സ്ഥലങ്ങളിലൂടെയൊക്കെ അങ്ങനെ സ്കൂട്ടറിൽ പോയിട്ടോ. അപ്പോൾ ഫൈനലി നമ്മൾ ഒരു കഫേയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈഡ് മോമോസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനൊരു ചായയാണ് കേട്ടോ എടുത്തത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് നമുക്ക് വെറുതെ ഒരു രസം, ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു രസമാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇനി മറ്റൊരു വീട്ടിൽ നിന്നുള്ള വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.